അവരുടെ ആ ജീവിതകാലത്ത് നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ അവരുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരാണ്. പള്ളി ദർസിൽ ഓതാൻ പോകുന്ന കാലം മുതൽ തന്നെ മഹാനായ കണ്യാര മൗലവിയുമായി ബന്ധമുണ്ട്. ഒരുപാട് അനുഭവങ്ങളൊക്കെ അവിടുന്ന് പല ആളുകൾക്കും പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അനുഭവങ്ങളൊക്കെ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ. ഒരവസരത്തിൽ മഹാനായ മൗലാദങ്ങളുടെ ഹദറത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പം അവിടുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ അമലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു പീടികയിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാൻ നടന്നങ്ങനെ പോവുക. എൻ്റെ കൂടെ ഒരാളുണ്ടായത്. അപ്പം അദ്ദേഹം ആദ്യം മൗലാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സലാം ചൊല്ലിയ ഉടനെ തന്നെ അദ്ദേഹത്തെ ആ വടിയെടുത്തിട്ട് എന്തിനാ പോകുന്നതാണ് ചോദിച്ചത്. എന്തിനാണ് നീ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ വടിയെടുത്ത് ഓങ്ങി ഓടാന്ന് പറഞ്ഞാട്ടി. എൻ്റെ ബാക്കിൽ ഞാനുണ്ട്. അപ്പം അദ്ദേഹം അങ്ങനെ കുറച്ച് ദൂരത്തേക്കാണ് മാറി നിന്നു. അപ്പം ഞാനടുത്തേക്ക് വന്ന് ഞാൻ സലാം ചൊല്ലി സലാം മടക്കി. അപ്പം എന്നോട് പറഞ്ഞത്, എന്നോട് നേരെ ചോദിക്കുകയാണ്, 10 ഏക്കർ റബ്ബർ തോട്ടം 5 ഏക്കർ തെങ്ങൻ തോട്ടം കിട്ടിയാൽ കുട്ടിയെ ഇങ്ങക്കും എനിക്കൊക്കെ പറ്റൂലേ എന്ന് ചോദിച്ചു. 10 ഏക്കർ റബ്ബർ തോട്ടവും 5 ഏക്കർ തെങ്ങൻ തോട്ടം കിട്ടുകയാണെങ്കിൽ എനിക്കും ഇങ്ങക്കൊക്കെ പറ്റൂലേ? ഞാൻ പറഞ്ഞു പറ്റും. അപ്പം അവിടുന്ന് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാക്കീൻ. അള്ളാഹുവിനെ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരോട് കൂടെ നാളെ മഷയിൽ ഒരുമിച്ച് കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവിടുത്തെ ദുആ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ചായയൊക്കെ വാങ്ങിത്തന്ന് അവിടുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലാം ചൊല്ലി കൈ ചുംബിച്ച് പോന്നു. അപ്പം ഇവിടെ അദ്ദേഹം കൂടെ വന്ന അദ്ദേഹം ആട്ടപ്പെട്ട അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അയാൾ എൻ്റെ കൂടെ ഇങ്ങനെ പോന്നു. അപ്പം ഞാൻ ചോദിച്ചു അയാളോട്, എവിടുന്നാണ് വരുന്നത്, നാട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ തെക്കൻ കേരളത്തിൽ നിന്ന് വരികയാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് അന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്, ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പാണത്. അപ്പം ഞാൻ തെക്കൻ കേരളത്തിൽ നിന്ന് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് ഇത്ര ഫോണുകളൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മൗലാനെ പറ്റി അറിഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൂരത്തേക്കുള്ള ആൾ തന്നെയാണ്, മൗലാനെ പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ മൗലാൻ്റെ അടുത്ത് വന്നിരുന്നു. വന്നുകൊണ്ട് അദ്ദേഹം മൗലാൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ചെല്ലാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈയിടെയായി അദ്ദേഹം 10 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങി 5 ഏക്കർ തെങ്ങൻ തോട്ടം വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഭാഷയാണ്. ഈയിടെയായി അദ്ദേഹം 10 ഏക്കർ തെങ്ങൻ തോട്ടവും റബ്ബർ തോട്ടവും 5 ഏക്കർ തെങ്ങൻ തോട്ടവും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം വന്നത് അതിനാണ്. ഇദ്ദേഹത്തിനും 10 ഏക്കർ റബ്ബർ തോട്ടം കിട്ടണം, 5 ഏക്കർ തെങ്ങൻ തോട്ടം കിട്ടണം. അപ്പം അങ്ങനെ ഉദ്ദേശിച്ച് വന്നത് കൊണ്ട് മൗലാദങ്ങൾ അവിടുന്ന് വന്ന പാടെ തന്നെ സലാം മടക്കിയോ ഇല്ല എനിക്കറിയില്ല, ഉടനെ ആട്ടുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കലുണ്ട്, എന്താ മൗലാദങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആട്ടുന്നത്, എന്താ അങ്ങനെ ആട്ടാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഉണ്ടായൊരു അനുഭവം, ഒരു ആട്ടാനുണ്ടായൊരു അനുഭവം, ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനങ്ങനെ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പം അയാൾ ശരി വെച്ചു. അങ്ങനെ പല ആളുകൾക്കും പല നിലക്കും
ചിലരാട്ടിയാൽ ചിലർക്ക് എന്താവും, അടി കിട്ടിയാൽ ചിലപ്പോൾ നന്നാവും, അവൻ്റെ മേത്ത് എന്തെങ്കിലും ഷെയ്ത്താൻ ഉണ്ടാവും, ആ ഷെയ്ത്താൻ പോകാനായിരിക്കും, എന്തായാലും. അപ്പം അങ്ങനെ മഹാന്മാരായ നമ്മുടെ മശായിഖന്മാർ എല്ലാം തികഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദും ഹിമായത്തും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തെ അല്ലാഹു തആല ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ.